നിതിൻ രാജിൻ്റെ കൊലപാതകത്തിൽ നീതി നടപ്പാക്കിയില്ല എന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളും നാട്ടുകാരും പൊതുപ്രവർത്തകരെല്ലാം പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ആ ഹർത്താലനുബന്ധിച്ച് കേരളത്തിൽ പല സ്ഥലത്തും ജനങ്ങൾ സഹകരിച്ചവർ ബസ് തടയുകയൊക്കെ ചെയ്തു. തിരുവല്ലയിലും ബസ് തടഞ്ഞു. ബസ് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് തടഞ്ഞപ്പോൾ അങ്കമാലിയിൽ നിന്ന് ഒരു ക്യാൻസർ രോഗിയും അയാളുടെ ഭാര്യയും ആ ബസ്സിലുണ്ടായിരുന്നു. തിരുവല്ലയിൽ വന്ന ശേഷം അവർക്ക് അവിടെ നിന്ന് അടുത്ത ബസ് കയറി കോഴഞ്ചേരിയിൽ പോകണം. കോഴഞ്ചേരി സ്വകാര്യ ആശുപത്രിയിലാണ് ക്യാൻസർ രോഗത്തിന് അവർക്ക് ചികിത്സ വേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന ആ ജംഗ്ഷൻ്റെ അവിടെ പത്തനംതിട്ട ആക്ഷൻ കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡൻറ്റ് അജിമോനും സംഘവും ആ ബസ്സുകളൊന്നും വിടാതെ തടഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട കാര്യങ്ങളൊക്കെ പോലീസും നാട്ടുകാരും പറഞ്ഞു. കേരളത്തിലെ ഹർത്താലിനനുബന്ധിച്ച് വാഹനങ്ങൾ തടയാൻ പാടില്ല, പൊതുജനങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ കർശനമായ ഹൈക്കോടതി നിർദ്ദേശം ഉള്ളതുകൊണ്ട് ആ ഹർത്താൽ നടത്തിയ ആക്ഷൻ കൗൺസിലുകാരോട് അതിൽ നിന്ന് പിന്തിരിയണമെന്ന് അവിടുത്തെ പോലീസ് പറഞ്ഞു. പക്ഷേ ആ ക്യാൻസർ രോഗിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏതെങ്കിലും ഒരു ബസ്സിൽ കയറ്റി അയക്കാനായിട്ട് ബസ്സുകളൊന്നും വിടത്തില്ല, കോഴഞ്ചേരി ഭാഗത്തേക്ക് ബസ് അയക്കില്ല എന്ന് ഹർത്താൽ അനുകൂലികൾ കർശനമായ നിലപാടെടുത്തു. അതിൽ നിന്ന് മാറണം, കാരണം ഇത് രോഗിയാണ്, അവരെ അയക്കണം. പക്ഷേ ബസ് അങ്ങോട്ട് കോഴഞ്ചേരിക്ക് പോകാത്തത് കൊണ്ട് പോലീസ് ആ ക്യാൻസർ രോഗിയെ അവശനായ അദ്ദേഹത്തിനെ പെട്ടെന്ന് പോലീസ് വാഹനത്തിൽ കയറ്റി കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം ആക്ഷൻ കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡൻറ്റ് ചുമത്ര സ്വദേശിയായ അജിമോൻ ചാലക്കേരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരെയും അറസ്റ്റ് ചെയ്തു. ഏതായാലും 9 പേരെ ജാമ്യത്തിൽ വിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാതെ റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ആണ് ഈ സംഭവം ഉണ്ടായത്. തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകാൻ ഉള്ള ബസ്സുകളൊന്നും വിടാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു രോഗിയെ ഒരു കൊലപാതക ശ്രമം നടത്തി എന്നുള്ള രീതിയിൽ ഒരു സെക്ഷൻ കൂടെ ഇട്ടിട്ടാണ് തിരുവല്ല പോലീസ് ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ റിമാൻഡ് ചെയ്തു. കാരണം ജാമ്യം കൊടുത്തില്ല. കാരണം ഹൈക്കോടതിയുടെ ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ആൾക്കാർക്കൊക്കെ മൂവ് ചെയ്യണം. അത് തടസ്സം ചെയ്തു. ആ രോഗി മരണപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരെ തടഞ്ഞത് ശരിയായില്ല. അറ്റംപ്റ്റ് ടു മർഡർ തന്നെ പോലീസ് ഒരു കേസെടുക്കുകയും ചെയ്തു. ആ രോഗിയുടെ ഭാര്യയുടെ മൊഴി വാങ്ങിച്ചാണ് ആ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും 14 ദിവസത്തേക്ക് നേതാവിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. മാവേലിക്കര സബ് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു.